നമസ്കാരം. ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ ബോംബ് ഇതായിരുന്നു. യുവമോർച്ചക്കാർ കാളയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെൻറ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അതിനുശേഷം സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് യുവമോർച്ചക്കാർ കാളയുമായി മാർച്ച് നടത്തേണ്ടത് BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്കാണെന്നും കേരളം ഞെട്ടുന്ന ഒരു ബോംബ് കയ്യിലുണ്ടെന്നും പറഞ്ഞത്. അതിനുശേഷമാണ് സന്ദീപ് വാര്യർ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത്. BJP സംസ്ഥാന കോർ കമ്മിറ്റി അംഗവും കൂടിയായ കൃഷ്ണകുമാറിനെ BJP പുറത്താക്കുമോ? സന്ദീപ് വാര്യരുടെ ഈ ചലഞ്ച് BJPക്ക് നാണക്കേടുണ്ടാക്കി. സുരേഷ് ഗോപി ഇടപെട്ട് ഒതുക്കി തീർത്ത കൃഷ്ണകുമാറിൻ്റെ കുടുംബ പ്രശ്നം പുറത്തു വരുമെന്നാണ് സന്ദീപ് വാര്യർ നൽകുന്ന സൂചന. കൃഷ്ണകുമാറിനെതിരെ ഭാര്യ സഹോദരി കൊടുത്ത മാനഭംഗശ്രമ പരാതിയിൽ മുൻപ് പാലക്കാട് സൗത്ത് പോലീസ് കേസെടുത്തിരുന്നു. ഇതുകൂടാതെ ഭാര്യാപിതാവിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കിയെന്ന പേരിൽ ഭാര്യയുടെ അമ്മയും സഹോദരിയും പാലക്കാട്ട് പത്രസമ്മേളനം നടത്തിയ ചരിത്രവുമുണ്ട്. സ്വത്ത് കേസും കോടതിയിലാണ്. പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മിനി കൃഷ്ണകുമാറിനെതിരെ സഹോദരി മത്സരിച്ച സംഭവമുണ്ട്. കുടുംബകലഹം BJPക്ക് തലവേദന ആയപ്പോഴാണ് സുരേഷ് ഗോപി ഇടപെട്ടത്. മിനിയുടെ അമ്മയുടെയും സഹോദരിയുടെയും ചെലവുകൾ സുരേഷ് ഗോപി ഏറ്റെടുത്തിരുന്നു. സഹോദരിയെ LLBക്ക് പഠിപ്പിച്ചു. ഇപ്പോൾ കൊച്ചിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. മിനിയുടെ സഹോദരി കൃഷ്ണകുമാറിനെതിരെ പത്രസമ്മേളനം നടത്താൻ ഒരുങ്ങുന്നതായാണ് പുറത്തുവരുന്ന സൂചനകൾ. കോൺഗ്രസ് ഇതിനുള്ള അണിയറ നീക്കങ്ങളിലാണ്. ഭാര്യ സഹോദരിയുടെ വെളിപ്പെടുത്തൽ വന്നാൽ കൃഷ്ണകുമാറിനെ BJP കോർ കമ്മിറ്റിയിൽ നിന്നുൾപ്പെടെ എല്ലാ സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ പാർട്ടി നിർബന്ധിതമാകും. മുരളീധരൻ ഗ്രൂപ്പുകാരനായ കൃഷ്ണകുമാറിനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മടിക്കില്ലെന്നാണ് പാർട്ടിയിലെ പൊതുസംസാരം. രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് കാളയെ എഴുന്നള്ളിച്ച് സമരം ചെയ്യുമെന്ന വി ഡി സതീശൻ്റെ ഭീഷണി ബോബിൻ്റെ ഗുഡൻസ് ഇതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാനുള്ള കൃഷ്ണകുമാറിൻ്റെ മോഹവും ഇതോടെ പൊലിയും.